അപ്പോൾ ഇന്ന് നമുക്കൊരു ചിക്കൻ മോമോസിൻ്റെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ടൊമാറ്റോ ചട്നിയുടെയും കൂടി റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ മോമോസിന് വേണ്ടിയിട്ട് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ കുറച്ച് ഉപ്പ് മാത്രമായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം നമുക്ക് മാവ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്തിൽ തക്കാളി, വെളുത്തുള്ളി, വറ്റൽമുളകും കൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് ഒരു പാത്രം വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് എണ്ണയിൽ വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച് അരപ്പിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്നി റെഡിയായി. ഇനി നമുക്ക് മോമോസിന് വേണ്ടിയിട്ടുള്ള കൂട്ടുണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ക്യാബേജ്, സവോള എല്ലാം പൊടി പൊടിയായിട്ട് അരിഞ്ഞതും ഒരു 3 പച്ചമുളക് പിന്നെ ക്രഷ് ചെയ്ത് ചിക്കനും കൂടി ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും സോയാ സോസും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിവിടെ മല്ലിയില ഇടാൻ മറന്നു കേട്ടോ, അതും കൂടി കുറച്ച് ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. ശേഷം മൈദ നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് ഒരു കുഞ്ഞു വട്ടത്തിൽ പരത്തിയെടുക്കുക. ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ പയ്യെ എടുത്താലും മതി കേട്ടോ. അതിനുശേഷം അതിലേക്ക് സ്റ്റഫ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് പയ്യെന്ന് അതിൻ്റെ അറ്റങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ എല്ലാം ആക്കിയതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റോളം ആവിയിൽ വെച്ച് വേവിക്കാം. ഓൾറെഡി ചിക്കനൊക്കെ വെന്തതായത് കാരണം കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആവിയിൽ വെച്ചൊരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഞാൻ പിന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് മോമോസ് ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ഇപ്രാവശ്യം ഞാൻ അടുത്തുന്ന ഫോർക്ക് വെച്ചിട്ടുള്ള രീതിയിൽ ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബൈ.